ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വിഭവമായിട്ടാണ് വരുന്നത്. കാരണം എരിവുള്ള ഒരു ഐറ്റമാണ് ഞാൻ അധികം ചെയ്തതൊക്കെ മിക്കവാറും മധുരത്തിലായിരിക്കും ഷോർട്സിൽ ഞാൻ വിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എരിവിലാക്കി ചെയ്യാം. ചിക്കൻ കറിയിലാണ് ചെയ്തെടുക്കുന്നത്. പിടി എന്നാണ് ഇതിന് പറയാം. നമ്മുടെ നാട്ടിലെന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ പിടി എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഗോതമ്പ് പൊടിയിലാണ് ചെയ്തത്. നമ്മുടെ ഈന്ത് പൊടിച്ചിട്ടാണ് സാധാരണ ചെയ്യാറുണ്ടാവുക. ഈന്തില്ലാത്തവർ ഈ ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ വെച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ചുടുവെള്ളത്തിൽ, നേരെ ചുടുവെള്ളത്തിലല്ല, തിളച്ച വെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് വരാണ്ട് നന്നായിട്ട് കുഴയണം. അപ്പോഴേ അതിൻ്റെ ഒരു പാകത്തിന് നമുക്ക് പിടി ആക്കിയെടുക്കാനുള്ളൊരിത് കഴിയുള്ളൂ. പിടി നന്നവും പൊടി നല്ല നമ്മൾ കുഴച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഓയിൽ കൂടി മിക്സ് ചെയ്തിട്ട് കയ്യിലോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് ചെറിയ ബോൾസുകളാക്കിയിട്ട് അത് കയ്യിലിട്ട് ജസ്റ്റ് നീട്ടി ഉരുട്ടുക. നീളത്തിൽ നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് കയ്യിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്ത ആ ഒരു സാധനമാണ് നമ്മൾ പിടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ കുഴച്ചെടുത്ത മാവ് മുഴുവനായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം. ഒരുപാടുണ്ട്, കാരണം ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കുറച്ചൊക്കെ എടുത്ത് കുറച്ചൊക്കെ നമ്മൾ ഷോർട്ടാക്കി വിട്ടിട്ടുണ്ട്. അപ്പം ലോഡാവണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അത്ര കുറച്ച് ഇതാക്കിയത്. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു കൈയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പൊടി കുഴച്ചാൽ എപ്പോഴായാലും എത്തിപ്പെടും ആൾ. അപ്പോൾ കളിക്കാനാണ്, പാമ്പുണ്ടാക്കാനാണ്, മറ്റേതുണ്ടാക്കാനാണ് കൊണ്ട് ഓരോ ഘട്ടം വന്നുകൊണ്ട് വാങ്ങിപ്പോവും. ഇപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നമ്മുടെ പിടികളൊക്കെ നമ്മൾ മൊത്തത്തിൽ പിടിയാക്കി എടുത്തിട്ടുണ്ട്. കുഴച്ച് വെച്ച പൊടി നമ്മൾ അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിക്കുക. അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ പൊടിയെല്ലാം അതിലിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് മറയണം കേട്ടോ, നല്ല വേവണം. കാരണം പച്ചപ്പൊടി കഴിച്ചാൽ വേറെ വേദന എടുക്കും, അത് വേറെ. പിന്നെ അതായിട്ട് നടക്കണില്ല. അപ്പോൾ അതിനോടാണ് പറയുന്നത് നന്നായിട്ട് വേവണം. അത് നല്ല തിളച്ച് മറിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ചോറൊക്കെ കോരിക്കുന്ന തട്ടുണ്ടാവിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ കൊട്ടയിലോ എങ്ങനെയാ വെച്ചാൽ കോരി എടുത്തിട്ട് അത് വേറെ ഇതിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ചിക്കൻ കറി വെച്ച് കൊടുക്കുക. ചിക്കൻ കറി മുന്നേ വെച്ചതാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ നമ്മൾ ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ഈ വേവിച്ച് വെച്ച പിടി ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫുള്ള് തട്ടി കൊടുക്കുക. അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങ ചിരവണം. നല്ലപോലെ ഇളകി പോട്ടെ, കാരണം എല്ലായിടത്തും എത്തണ്ടേ. നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി ഇട്ട സാധനമല്ല, അപ്പം മൊത്തത്തിലാവണ്ടേ. എന്നിട്ട് തേങ്ങ ചിരവിയിട്ട് അതിലേക്ക് വലിയ ജീരകം ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. നല്ലോണം അരയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് അത് നമ്മുടെ ഈ വിഭവത്തിലേക്ക് കണ്ട് വിതറിയിടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് വിതറിയിട്ടിട്ട് ഇത്തിരി വെള്ളം കൂടി മിക്സ് ആക്കിക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് ചൂടോടുകൂടി ഒന്ന് പാത്രത്തിൽ വിളമ്പി കഴിച്ച് വയ്ക്കുകയാണ്. നല്ല രസമാണ്. കാരണം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേമാതിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പൊടി എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അരിപ്പൊടിയെങ്കിലും ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഒരു പണിയുമില്ല കേട്ടോ, കുഴയ്ക്കാനോ കുഴച്ചുണ്ടാക്കാനുള്ള ഒരു ചെറിയൊരു പണിയേ ഉള്ളൂ. പക്ഷേ നല്ല നമുക്ക് രസത്തിൽ രുചിയിൽ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. ഓക്കെ, താങ്ക് യു.